അമ്മയുടെ ചരിത്രത്തിലുടനീളം പരാതിക്കാരെ ഒറ്റപ്പെടുത്തുകയും ആരോപണ വിധേയരായ പുരുഷന്മാരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന പ്രവണത ഉണ്ടെന്ന വിമർശനം പുതുമയുള്ളതല്ല. മുൻകാലങ്ങളിൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും സംഘടനയുടെ നിലപാടുകളും വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ആ സംഭവങ്ങളുടെ നിഴൽ ഇന്നും സംഘടനയെ പിന്തുടരുന്നതായി വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യത്തിൽ സംഘടനയുടെ നേതൃത്വത്തിനെതിരെയും ചോദ്യങ്ങൾ ഉയരുന്നു. തിരഞ്ഞെടുപ്പിന് ശേഷം സംഘടനയിൽ ഐക്യം പുനഃസ്ഥാപിക്കുമെന്നും പഴയ മുറിവുകൾ ഭേദമാക്കുമെന്നും നൽകിയ വാഗ്ദാനങ്ങൾ പ്രാവർത്തികമായില്ലെന്നാണ് വിമർശനം. പകരം ദിവസങ്ങൾ കഴിയും തോറും പുതിയ വിവാദങ്ങളും പരാതികളും പുറത്തുവരുന്ന സാഹചര്യം നേതൃത്വത്തിന്റെ കാര്യക്ഷമതയെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. എന്നാൽ മറുവശത്ത് ഇപ്പോൾ പുറത്തുവരുന്ന ആരോപണങ്ങളിൽ പലതും വ്യക്തികളുടെ പ്രസ്താവനകളും പരാതികളുമാണ്. ഇവയിൽ പലതും ഇപ്പോഴും തെളിയിക്കപ്പെടുകയോ നിയമപരമായി സ്ഥിരീകരിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. അതിനാൽ ഏതെങ്കിലും വ്യക്തിയെ കുറ്റകരമായി ചിത്രീകരിക്കുന്നതിന് മുൻപ് നിഷ്പക്ഷവും സുതാര്യവുമായ അന്വേഷണം അനിവാര്യമാണെന്ന വസ്തുത മറക്കാൻ പാടില്ല. മലയാള സിനിമാ മേഖലയിലെ ഏറ്റവും സ്വാധീനമുള്ള സംഘടനകളിൽ ഒന്നായ അമ്മ ഇന്ന് വിശ്വസ്തയുടെ വലിയ പരീക്ഷണഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ജാതി വിവേചനം, മതപരമായ വേർതിരിവ്, അധികാര ദുരുപയോഗം, സ്ത്രീകൾക്കെതിരായ മാനസിക പീഡനം തുടങ്ങിയ ആരോപണങ്ങൾ സംഘടനയുടെ പ്രതിച്ഛായയെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. സത്യം എന്താണെന്ന് കണ്ടെത്തുകയും കുറ്റക്കാർ ആരാരെങ്കിലും അവർക്കെതിരെ നടപടിയെടുക്കുകയും പരാതിക്കാർക്ക് നീതി ഉറപ്പാക്കുകയും ചെയ്യുക എന്നത് ഈ ഘട്ടത്തിൽ സംഘടനയുടെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ്.